ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ബ്രഹ്മമന്ത്രം എന്ന മാന്ത്രിക നോവലിൻ്റെ 12ാമത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. ബ്രഹ്മമന്ത്രം മാന്ത്രിക നോവൽ, അധ്യായം 12, നോവൽ തുടർച്ച. ഇവിടെ വാ. അദ്ദേഹം അവൾക്കു നേരെ ചൂരൽ ചൂണ്ടി. ഇല്ല, വരില്ല. യാമിനി പല്ലിറുമി. വരാൻ. തമ്പി അദ്ദേഹത്തിൻ്റെ ഭാവം മാറി തുടങ്ങി. രക്ഷപ്പെടാൻ ഒരു പഴുതിനായി യാമിനി ചുറ്റും നോക്കി. ഒന്നും കണ്ടില്ല. തമ്പി അദ്ദേഹം അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. കൈ നീട്ടിയാൽ ചൂരൽ യാമിനിയുടെ ശരീരത്തിലെത്തുന്നെന്ന് തോന്നുന്ന അകലത്തിൽ നിന്നു. വാടി. ഇല്ല. അവൾ ഉഗ്രമായി ഒന്നുകൂടി അലറി. അടുത്ത നിമിഷം ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം ചൂരൽ നീട്ടി അവളെ അടിച്ചു. ഒരു തീപ്പൊള്ളലേറ്റ പാമ്പിനെ പോലെ അവളൊന്ന് പിടഞ്ഞു. പിന്നെ സകല ശക്തിയും ക്ഷയിച്ച മട്ടിൽ ഭിത്തിയിലേക്ക് ചാരി. തമ്പി അദ്ദേഹം അവളുടെ കയ്യിൽ പിടിച്ചു. അതോടെ തളർച്ച പൂർണ്ണമായി. നടക്ക് പുറത്തേക്ക്. അദ്ദേഹത്തിൽ നിന്നും പിടിവിടുവിക്കാനുള്ള ശക്തി പോലും ഇല്ലാത്തവണ്ണം അവൾ പിന്നാലെ ചെന്നു. പുറത്ത് ശ്വാസം തിങ്ങിയ മട്ടിൽ നിൽക്കുകയായിരുന്നു തറവാട്ടംഗങ്ങൾ. യാമിനിയെ അമ്പരപ്പോടെ നോക്കി. യക്ഷി ഭവത്രതൻ തമ്പി അദ്ദേഹത്തിൻ്റെ പിടിയിലായി എന്നുറപ്പായിട്ട് പോലും മാധുരി ചങ്കിടിപ്പ് മാറിയില്ല. അവിടെ ഇരിക്കി. ഹോമകുണ്ടത്തിന് അപ്പുറത്തായിട്ടിരുന്ന പലകയിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടി. അനുസരണയുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളിരുന്നു. നേരത്തെ തീയാളിക്കൊണ്ടിരുന്ന അവളുടെ കണ്ണുകൾ അപ്പോൾ ചത്ത മീനിൻ്റേതുപോലെ നിർജീവമായിരുന്നു. ദ്രംഷ്ടകളും നീണ്ട നഖങ്ങളുമൊന്നും അപ്പോൾ അവൾക്കുണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്നും ഇനി അനങ്ങുകയില്ലെന്ന് തീർച്ചയുണ്ടായിരുന്ന തമ്പി അദ്ദേഹം അവൾക്ക് അഭിമുഖമായി ഹോമകുണ്ടത്തിനെതിരെ ആവണിപ്പലകയിൽ പത്മാസനത്തിൽ ഉപവിഷ്ടനായി. ശങ്കരൻ നായർ ആവശ്യമുള്ള സാധനങ്ങൾ അദ്ദേഹത്തിന് കയ്യെത്തുന്ന അകലത്തിൽ അടുപ്പിച്ചു വെച്ചു. ചുവന്ന ചെമ്പരത്തിപ്പൂവ്, സിന്ദൂരം, കാഞ്ഞിരത്തിൻ വേര്, എരിക്കിൻ വേര്, ചമത, അങ്ങനെയെല്ലാം. ഹോമകുണ്ടത്തിലേക്ക് നെയ്യും വിറകു കഷ്ണങ്ങളും കൂടുതൽ അർപ്പിച്ചു. പൊട്ടിത്തെറിച്ചുകൊണ്ട് തീജ്വാല യാമിനിയുടെ ശിരസോളം ഉയരത്തിൽ ഉയർന്നു. അതേ നിമിഷമാണ് ഗരുഡൻ ബ്രഹ്മദത്തിനെ തറവാട്ടു വളപ്പിൽ കൊണ്ടെത്തിച്ചതും. പെടുന്നിനെ തമ്പി അദ്ദേഹത്തിൽ ഒരു നടുക്കമുണ്ടായി. കാര്യം എന്തെന്ന് വ്യക്തമായില്ലെങ്കിലും ഒരു അപകടം ആസന്നമായിരിക്കുന്നുവെന്ന് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ അദ്ദേഹം ചുറ്റുമൊന്ന് നോക്കി. അപകടം എന്തെന്ന് തിരിച്ചറിയാനുള്ള മന്ത്രത്തിലേക്ക് ഇപ്പോൾ കടക്കുക ദുഷ്കരമാണ്. കഴിവതും വേഗത്തിൽ തറവാടിന് തെക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന കാഞ്ഞിര മരത്തിൽ യക്ഷിയെ ആവാഹിച്ചു കുടിയിരുത്തണം. അതാണ് ഇപ്പോഴത്തെ പരമപ്രധാനമായ ലക്ഷ്യം. അതിനാൽ അപകടത്തെക്കുറിച്ച് ജാഗ്രതയോടെ ഇരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. വേഗം തന്നെ അദ്ദേഹം ഉച്ചാരണ കർമ്മത്തിലേക്ക് കടന്നു. തറവാട്ടംഗങ്ങൾക്ക് കുറച്ച് ആശ്വാസം തോന്നി തുടങ്ങി. എന്നാൽ തറവാട്ടു വളപ്പിൽ നിന്നും ബ്രഹ്മദത്തൻ ഓരോന്നും സൂക്ഷ്മതയോടെ പഠിക്കുന്ന കാര്യം അവരാരും അറിഞ്ഞില്ല. അറിഞ്ഞവർ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഭവത്രതൻ തമ്പി അദ്ദേഹത്തിൻ്റെ അദൃശ്യമൂർത്തികളായിരുന്നു. മാന്ത്രിക കളത്തിന് അവരെ കാവൽ നിർത്തിയിരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ മുന്നോട്ടെടുത്താൽ മൂർത്തികൾ തടയുമെന്ന കാര്യത്തിൽ ബ്രഹ്മദത്തിന് സംശയമില്ല. മാന്ത്രിക കണ്ണുകൾ കൊണ്ട് നോക്കിയതിനാലാണ് അയാൾക്ക് അവരെ കാണാൻ സാധിച്ചത്. അവരോട് എങ്ങനെ പെരുമാറണമെന്ന് അയാൾക്കറിയാമായിരുന്നു. മറ്റൊരാളുടെ മൂർത്തികളാണെങ്കിലും നമിച്ചാൽ അവർ സംപ്രീതരാകും. ഓരോ മൂർത്തിയെയും ശ്രദ്ധിച്ച് അവയെ പ്രീണിപ്പിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി ബ്രഹ്മദത്തൻ. അതോടെ അവർ സംപ്രീതരായി. ഇനി തന്നെ എതിർക്കില്ലെന്ന് തീർച്ചയാക്കിയ ബ്രഹ്മദത്തൻ മുന്നോട്ടെടുത്തു. ഒരു പിടി സിന്ദൂരം വാരി ജപിച്ച് യാമിനിയുടെ നേർക്കെറിഞ്ഞ തമ്പി അദ്ദേഹം. അവളുടെ മുടിയും നഖവുമെല്ലാം രക്തം പോലെ ചുവന്നു. ഈ ശരീരം വിട്ട് ഇവിടെയുള്ളവരോടുള്ള വൈരം മറന്ന് ഈ ആണിയിലേക്ക് പ്രവേശിക്കടി. ഒരു ചെറിയ തൂഷനിലയിൽ ആണി മുന്നോട്ട് നീക്കിവെച്ച് അദ്ദേഹം കൽപ്പിച്ചു. ഇല്ല ഇല്ല, അവൾ തലവെട്ടിച്ചു. ഈ തറവാട് മുച്ചൂടും മുടിക്കാതെ ഞാൻ അടങ്ങില്ല. ആഹാ, അത്രയ്ക്ക് ധിക്കാരമോ? നിന്നെക്കൊണ്ട് അനുസരിപ്പിക്കാൻ എനിക്കറിയാം. ഇല്ല, എന്നോട് ചെയ്തതിനൊക്കെ പകവിട്ടാതെ ഞാൻ അടങ്ങില്ല. എന്നാൽ അതൊന്ന് കാണാം. അദ്ദേഹം ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കാൻ ഭാവിക്കുകയായിരുന്നു. എന്നാൽ എന്തോ സംഭവിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ ചലനം നിലച്ചു. മന്ത്രം മുറിഞ്ഞു. അദ്ദേഹത്തിന് അമ്പരപ്പായി. എത്ര ശ്രമിച്ചിട്ടും നാവ് വഴങ്ങുന്നില്ല. ഈശ്വരന്മാരെ, അടിയനെ വിട്ടോ? മനസ്സുകൊണ്ടാണ് ചോദിച്ചത്.
എന്താ അടിയന് പറ്റിയത്? അതിനുത്തരം എന്ന വണ്ണം മറ്റൊരാൾ മന്ത്രക്കളത്തിന് മുന്നിലെത്തി. തമ്പി അദ്ദേഹം ആ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിച്ചു. ബ്രഹ്മദത്തൻ. അയാളെ കണ്ട് വിനയപ്രഭയും മാധുരിയും വിളറിപ്പോയി. തമ്പി അദ്ദേഹവും അയാളെ അടിമുടി നോക്കി. തൻ്റെ പ്രതിയോഗിയാണെന്ന് അയാൾ തിരിച്ചറിയുകയും ചെയ്തു. തമ്പി അദ്ദേഹം, ബ്രഹ്മദത്തൻ വീണ്ടും വിളിച്ചു. ഈ യക്ഷി അങ്ങയുടെ ശത്രുവായിരുന്നില്ല. അവളുടെ ശത്രുക്കൾ ഈ തറവാട്ടിലുള്ളവരാണ്. നന്ദിയും കനിവുമില്ലാത്ത ചതിയർ. വിനയപ്രഭയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് അയാൾ പറഞ്ഞത്. അവളുടെ മുഖം കുനിഞ്ഞുപോയി. ബ്രഹ്മദത്തൻ തുടർന്നു. ഇവർക്ക് വേണ്ടി അങ്ങ് ഇങ്ങനെ ഒരു കർമ്മത്തിന് ഇറങ്ങരുതായിരുന്നു. പക്ഷെ സംഭവിച്ചുപോയി. വിജയം കാണാതെ അങ്ങ് പിൻവാങ്ങില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ അങ്ങ് വിജയിച്ചാൽ എൻ്റെയും യാമിനിയുടെയും ശത്രുക്കൾ പിന്നെയും ബാക്കി വരും. അത് പാടില്ല. അതുകൊണ്ട് അങ്ങ് വിജയിക്കരുത്. ഇപ്പോൾ ഈ മാത്രയിൽ അങ്ങ് ഈ കർമ്മം ഉപേക്ഷിക്കണം. ഇല്ലെന്ന ഭാവത്തിൽ തമ്പി അദ്ദേഹം തലചലിപ്പിച്ചു. അദ്ദേഹത്തിന് എന്തൊക്കെയോ അയാളോട് ചോദിക്കാനും പറയാനുമുണ്ടായിരുന്നു. പക്ഷെ നാവ് ചലിക്കില്ലല്ലോ. അങ്ങ് പിൻവാങ്ങിയില്ലെങ്കിൽ എനിക്കും യാമിനിക്കും ഒരു ശത്രു കൂടിയാകും. ഭവത്രതൻ തമ്പി ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു. അപ്പോൾ ബ്രഹ്മദത്തൻ യാമിനിയെ ഒന്ന് നോക്കി. ഞെട്ടലോടെ തമ്പി അദ്ദേഹം അത് കണ്ടു. യാമിനിയുടെ കണ്ണുകളിൽ തീക്കനലുകൾ തിളങ്ങുന്നു. ദ്രംഷ്ടകളും നഖങ്ങളും പുറത്തേക്ക് വന്നു, ഒരു പൂച്ചയുടേതുപോലെ. ക്ഷണത്തിൽ തമ്പി അദ്ദേഹത്തിന് അപകടം ബോധ്യമായി. ഘോരമായൊരു അലർച്ചയോടെ യാമിനി ചാടി എഴുന്നേറ്റു. തമ്പി അദ്ദേഹത്തെ പിടിക്കാനായി കയ്യും നീട്ടി മുന്നോട്ട് ചാടി. എല്ലാം വളരെ വേഗത്തിലായിരുന്നു. കാര്യങ്ങൾ തൻ്റെ പരിധിയിൽ നിന്നും തെന്നിപ്പോയ വിവരം തിരിച്ചറിഞ്ഞ തമ്പി അദ്ദേഹം പിന്നെ അവിടെ നിന്നില്ല. ഒറ്റ ഓട്ടമായിരുന്നു. നിൽക്കടാ അവിടെ! യാമിനിയും പിന്നാലെ പാഞ്ഞു. പ്രകൃതിക്ക് കലിതുള്ളി. ഭൂമി നറുങ്ങിപ്പോകും വിധം ഇടിവെട്ടി. ഗ്രാമം നടുങ്ങി. ചേക്കേറിയ ചില്ലകളിൽ നിന്നും പക്ഷികൾ പേടിച്ചരണ്ട ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറന്നുയർന്നു. പക്ഷേ ശക്തമായ വീശി വന്ന ചുഴലിക്കാറ്റിൽ അപ്പൂപ്പൻ താടി കണക്കെ അവ വട്ടം ചുറ്റി. പശുവും കാളയും മറ്റു വളർത്തുമൃഗങ്ങളും തൊഴുത്തു തകർത്തുകൊണ്ട് രക്ഷപ്പെടാൻ യത്നിച്ചു. ചില കയറുപറിച്ചോടി. നായ്ക്കളും പൂച്ചകളും ദയനീയമായി വിലപിച്ചുകൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ ഓടാൻ തുടങ്ങി. ചെറുകുന്നത്ത് തറവാട്ടിലുള്ളവരുടെ നിലവിളി ആരും കേട്ടില്ല. ബ്രഹ്മദത്തൻ മാത്രം പുഞ്ചിരിച്ചു. തറവാട്ടു വളപ്പിലൂടെ തെക്കോട്ടോടിയ പവിത്രതൻ തമ്പി അദ്ദേഹം പിന്നിൽ യക്ഷിയുണ്ടെന്നറിഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് പടിഞ്ഞാറോട്ടോടി. കൂറ്റൻ കാഞ്ഞിര മരത്തിന് കീഴെ വെച്ച് യാമിനി അദ്ദേഹത്തിന് പിടികൂടി. നീ എന്നെ ഇതിൽ തറയ്ക്കാൻ വന്നവനല്ലടാ. ചോദിച്ചതും അദ്ദേഹത്തിൻ്റെ ശിരസ് പിടിച്ച് പിന്നോട്ടടിച്ച് കഴുത്തിലെ ഞരമ്പിലേക്ക് അവൾ മുഖമർത്തി. ചോര ചീറ്റി. കാറ്റിൽ ചോരയുടെ ഗന്ധം നിറഞ്ഞു. ഭവത്രതൻ തമ്പി അദ്ദേഹം യാമിനിയുടെ കൈകളിൽ കിടന്നു പിടഞ്ഞു. നൂറ്റാണ്ടുകളായി നരനാരായണൻ തമ്പുരാൻ മുത്തച്ഛന്മാരുടെ കാലം മുതൽ ഇരുമ്പാണിയിൽ ആവായിച്ച് മുതുക്കൻ കാഞ്ഞിരമരത്തിൽ തറച്ചിരുന്ന പ്രേതാത്മാക്കൾ ഒന്നിച്ച് അലറിച്ചിരിച്ചു. അതിൻ്റെ ശക്തിയിൽ കാഞ്ഞിരമരം ശക്തിയായി കുലുങ്ങി. പ്രേതാത്മാക്കൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു സംഭവമാണല്ലോ നടന്നിരിക്കുന്നത്. സ്വൈര്യവിഹാരം നടത്തിയിരുന്ന അവരെ എന്നേക്കുമായി കാഞ്ഞിരത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന മന്ത്രവാദികളോട് അവർക്ക് ഇഷ്ടക്കേട് തോന്നുന്നതും കൺമുന്നിൽ വെച്ച് തന്നെ അവർ പിടഞ്ഞു മരിക്കുന്നതും കാണുമ്പോൾ സന്തോഷം തോന്നുന്നത് സ്വാഭാവികമാണല്ലോ. യാമിനി ക്രൂരമായ സംതൃപ്തിയോടെ, അതിലേറെ ദാഹത്തോടെ ഭവത്രതൻ തമ്പി അദ്ദേഹത്തിൻ്റെ രക്തം ഊറ്റിക്കുടിക്കുകയായിരുന്നു. അവളുടെ നഖങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുളഞ്ഞിറങ്ങിയിരിക്കുന്നു. പിടയ്ക്കുകയാണ് തമ്പി അദ്ദേഹം. ഇത്രയും കാലം അദ്ദേഹം പൂജിച്ച് തൃപ്തരാക്കിയിരുന്ന മൂർത്തികളൊന്നും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കെത്തിയില്ല. ഉപാസനാമൂർത്തികൾ കൈവിട്ട ഒരു മാന്ത്രികൻ സാധാരണ മനുഷ്യനേക്കാൾ താഴെയാണെന്ന യാഥാർത്ഥ്യം മരണത്തിനു മുമ്പ് അദ്ദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവോ ആവോ. ഭവത്രതൻ തമ്പി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പിടച്ചിലും നിലച്ചു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നിന്നും യാമിനി മുഖമുയർത്തി. ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങിയ ചോരത്തുള്ളിയിൽ അല്പം പോലും നഷ്ടമാവാതെ നാവു നീട്ടി നുണഞ്ഞു. ചൂടുമാറാത്ത ആ ശരീരം നോക്കി അലറിച്ചിരിച്ചിട്ട് അത് അകലേക്ക് വലിച്ചൊരു ഏറു കൊടുത്തു. ചെറുകുന്നത്തെ തറവാട്ടിലെ പൂജാമുറിയിലിരുന്ന് തനിക്ക് ലഭ്യമായി കൊണ്ടിരുന്ന മന്ത്രശക്തിയിൽ വിഷ്ണു ഇതെല്ലാം മനക്കണ്ണുകളിൽ കാണുകയായിരുന്നു. അവനെ പ്രേരിപ്പിച്ചത് നരനാരായണൻ തമ്പുരാൻ്റെ ആത്മാവായിരുന്നു. താൻ ഇന്ന് വരെ കേട്ടറിഞ്ഞു മാത്രമുള്ള ഒരു രംഗം ഇങ്ങനെ കണ്ടപ്പോൾ അടിമുടി വിറച്ചുപോയി വിഷ്ണു. തൻ്റെ ശത്രുവായ യക്ഷിയെ അവൻ കാണുകയായിരുന്നു. എന്തൊരു ഭീകരരൂപം! ഇവളെ നേരിടാൻ തനിക്കാവുമോ എന്നൊരു സംശയം.
നരനാരായണന്റെ ശബ്ദം അപ്പോൾ അവൻ്റെ കാതിലെത്തി. വിഷ്ണു, അവളുടെ ഭീകരരൂപവും ശക്തിയും കണ്ട് ഒരിക്കലും നീ പരിഭ്രമിക്കാൻ പാടില്ല. അങ്ങനെ ഭയക്കുന്നവന് ഒരു മാന്ത്രികനാവാനേ കഴിയില്ല. മാന്ത്രികന് ശാരീരിക ശക്തിയല്ല വേണ്ടത്, മനഃശക്തിയാണ്. നീ ഉപാസിക്കുന്ന ചില മൂർത്തികൾ ഇവളേക്കാൾ ഘോരരൂപികളാണ്. അവയെ നേരിട്ട് കണ്ടാൽ ഇക്കണക്കിന് നീ മാന്ത്രിക പഠനം തന്നെ വേണ്ടാന്ന് വയ്ക്കുമല്ലോ. ആ വാക്കുകൾ വിഷ്ണുവിന് ധൈര്യം പകരുന്നതായിരുന്നു. എന്തു വന്നാലും താൻ യക്ഷിയെ തളയ്ക്കുമെന്ന് തൻ്റെ പ്രയത്നം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നും അവൻ തീർച്ചയാക്കി. ചെറുകുന്നത്ത് തറവാട്ടുവളപ്പിൽ പ്രകൃതിയുടെ താണ്ഡവം ഏതാണ്ട് അടങ്ങുകയായിരുന്നു. മരിച്ചതുപോലെ നിൽക്കുകയായിരുന്ന മാധുരിയും മറ്റു തറവാട്ടംഗങ്ങളും കാര്യസ്ഥൻ വേലുനായരും ശങ്കരൻ നായരും. ഭവത്രനൻ തമ്പി അദ്ദേഹം ഇനി ജീവനോടെ കാണാൻ കഴിയില്ലെന്ന് അവർക്കെല്ലാം ഉറപ്പായിരുന്നു. എന്നാൽ ബ്രഹ്മദത്തൻ മാത്രം ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച ചിരിയുമായി അവരെ നോക്കി നിന്നു. വിനയപ്രഭയുടെ കണ്ണുകൾ പലവട്ടം അയാളിൽ ഇഴഞ്ഞു. തന്നോടും തറവാടിനോടുമുള്ള പ്രതികാരത്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതെന്ന കാര്യത്തിൽ അവൾക്കൊരു സംശയമില്ലായിരുന്നു. മാധുരി ബ്രഹ്മദത്തനെ നോക്കി. കോപവും ദുഃഖവും അവർക്ക് ഒന്നിച്ചുണ്ടായി. അത് വാക്കുകളായി പുറത്തു ചാടി. ഇത്രയും കൊണ്ടൊന്നും നിനക്ക് തൃപ്തിയായില്ലേ ബ്രഹ്മദത്ത? ഇല്ല, ഈ തറവാട് കല്ലിന്മേ കല്ല് ശേഷിക്കാതെ അവസാനിക്കുന്നതുവരെ, ഇവിടെ അവസാനത്തെ നിലവിളിയും നിലയ്ക്കുന്നതുവരെ എനിക്ക് തൃപ്തിയാവില്ല. അതിൻ്റെ കാരണങ്ങളൊന്നും പറഞ്ഞു തരേണ്ടല്ലോ ഞാൻ. എങ്കിൽ പിന്നെ എന്നെ ഇങ്ങനെയെല്ലാം കാണാനായി വെച്ചുകൊണ്ടിരിക്കാതെ അങ്ങ് കൊന്നുകളഞ്ഞേരുന്നീ. മറുപടി പറയാതെ ഉറക്കെയൊരു ചിരിയായിരുന്നു. മരിക്കാൻ നിങ്ങൾക്ക് കൊതിയായി അല്ലേ? അങ്ങനെ ഒത്തിരി ഒത്തിരി കൊതിക്കണം. നിങ്ങളൊഴികെ ബാക്കിയുള്ളവരെല്ലാം തീരുന്നതുവരെ. അവസാനം നിങ്ങളുടെ ഊഴമാവും. മാധുരി അതിന് മറുപടി പറഞ്ഞില്ല. ഈ നേരത്തൊക്കെ കാര്യസ്ഥൻ വേലുനായർ ഭയന്ന് ചുറ്റും നോക്കുകയായിരുന്നു. ഒരിക്കൽ യാമിനി തനിക്ക് മുന്നറിയിപ്പ് തന്നതാണ്, അവളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെ കൂടരുതെന്ന്. പക്ഷേ എന്നേക്കുമായി ഇവൾ ഇല്ലാതാകുമെന്ന ചിന്തയിലാണ് ഇപ്പോൾ ഇവിടെ വരാനും ഇതൊക്കെ ചെയ്യാനും തന്നെ പ്രേരിപ്പിച്ചത്. ഇതൊക്കെ യാമിനി പൊറുക്കുമോ? അയാൾ അങ്ങനെ ഓർത്തതേയുള്ളൂ. തൻ്റെ തലയിൽ ആരോ തോണ്ടിയതുപോലെ അയാൾക്ക് തോന്നി. വേലുനായർ തിരിഞ്ഞു നോക്കി. അമ്മോ, ഒറ്റ അലർച്ചയായിരുന്നു അയാൾ. ഒരു പാമ്പ്. അത് അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. നീല നിറമായിരുന്നു അതിൻ്റെ കണ്ണുകൾക്ക്. അവ രണ്ടും രത്നങ്ങൾ പോലെ പ്രകാശിച്ചു. വേലുനായരുടെ നിലവിളി കേട്ട് അങ്ങോട്ട് നോക്കിയ അവരും ആ അമ്പരപ്പിക്കുന്ന കാഴ്ച കണ്ട് ഞെട്ടി. പറക്കുന്ന പാമ്പോ? ഇത്ര ഒന്നിനെ ആദ്യമായിട്ട് കാണുകയാണ് അവർ. അടുത്ത നിമിഷം വേലുനായർ മുന്നോട്ട് കുതിച്ചു. പക്ഷെ അതിനൊരു നിമിഷം മുൻപ് ആ പാമ്പ് പല ചുറ്റുകളായി അയാളുടെ കഴുത്തിൽ വീണു കഴിഞ്ഞിരുന്നു. ഒപ്പം ഒരു കയർ കൊണ്ടെന്ന വണ്ണം ആ കഴുത്ത് വലിച്ചു മുറുക്കുകയും ചെയ്തു. പറമ്പിൽ നിന്നൊരു ശബ്ദം അയാളുടെ കാതുകളിൽ ഒഴുകിയെത്തി. ഈ തറവാട്ടുകാരുടെ കൂടെ നിന്ന് നീ പണ്ടും എന്നെ ദ്രോഹിച്ചു. അതൊക്കെ മറന്ന് നിനക്ക് മാപ്പ് തന്നതാണ് ഞാൻ. പക്ഷെ നീ വീണ്ടും ശത്രുപക്ഷത്ത് ചേർന്ന് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇനിയും മാപ്പില്ല നിനക്ക്. വേലുനായർ അത് കേട്ടു. തൻ്റെ തെറ്റുകൾ ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷെ എന്ത് പ്രയോജനം? അയാളുടെ കണ്ണുകൾ തള്ളുകയും വായി തുറക്കുകയും ചെയ്തത് ഒരു മാത്രയിൽ. ആ ക്ഷണം പാമ്പ് അയാളുടെ തിരുനെറ്റിയിൽ തന്നെ കൊത്തുകയും ചെയ്തു. വേലുനായർ അവിടെ തന്നെ വീണു. ഒന്ന് നിലവിളിക്കാനോ ചലിക്കാനോ പോലും കഴിയാതെ നിൽക്കുകയായിരുന്നു സകലരും. വേലുനായരുടെ കഴുത്തിൽ നിന്നും പാമ്പിൻ്റെ ചുറ്റഴിഞ്ഞു. അത് ഇരുളിലേക്ക് ഇഴഞ്ഞുപോയി. മാനത്ത് തേങ്ങാപ്പൂട് പോലെ നിലാവ് തെളിഞ്ഞു. തൽക്കാലം ഞാൻ പോകുന്നു, പക്ഷേ ഇനിയും വരേണ്ടി വരും, ബ്രഹ്മദത്തൻ എല്ലാവരോടുമായി പറഞ്ഞു. ആർക്കും അനക്കമില്ലായിരുന്നു. ബ്രഹ്മദത്തൻ ഗരുഡ ഭഗവാനെ പ്രീണിപ്പിക്കുന്ന മന്ത്രം ജപിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അതിശക്തമായൊരു ചിറകുടിയൊഴിച്ച കേട്ട് എല്ലാവരും മുകളിലേക്ക് നോക്കി. നേരത്തെ നിലാവിൻ്റെ വെളിച്ചത്തിൽ ആകാശത്ത് വലിയൊരു പക്ഷിയെ അവർ കണ്ടു. 2 ഓലകളുടെ വലിപ്പമുണ്ടായിരുന്ന ആ ചിറകുകൾക്ക് ഒരാനയോളം വലിപ്പം തോന്നിക്കുന്ന ഒരു പക്ഷിരൂപം. അത് താഴേക്ക് വന്നു. ചിറകടിയിൽ അവർ ആടിക്കുഴഞ്ഞു. പക്ഷേ പക്ഷി താണു വന്നതും ബ്രഹ്മദത്തൻ അതിൻ്റെ കാലിൽ ചാടിപ്പിടിച്ചു. അടുത്ത മാത്രയിൽ പക്ഷി മിന്നൽ പോലെ ആകാശത്തേക്ക് ഉയർന്ന് അകന്നു മറിഞ്ഞു. വേലുനായരുടെ ശവം മുന്നിൽ കിടക്കുകയാണ്. ഇനിയെന്ത്? മാധുരി തളർച്ചയോടെ ഉമ്മറത്തറയിലിരുന്നു. എത്ര മരണങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും ഈശ്വര. ഇനിയുള്ള കാലം ജയിലിൽ കൂടി. തറവാട്ടുമുറ്റം കുഴിച്ചാൽ ഇനിയും 4-5 പേരെ കിട്ടും.
ഇതൊക്കെ അനുഭവിച്ചു തീർക്കാനുള്ള അവസരമുണ്ടാക്കാതെ മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആ രാത്രി ആരും ഉറങ്ങിയില്ല. എങ്കിലും നേരം പുലരും മുൻപ് ശങ്കരൻ നായർ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. പിറ്റേന്ന് കാലത്ത് വിഷം വ്യാപിച്ച നിലയിൽ നീല നിറത്തിൽ കിടക്കുന്ന വേലുനായരുടെ ശവശരീരവും ചിതറിക്കിടക്കുന്ന മാന്ത്രികക്കളവുമൊക്കെ പോലീസ് വന്ന് കാണുക തന്നെ ചെയ്തു. ശവശരീരം അവിടെ നിന്നും മാറ്റുന്നതിനെക്കുറിച്ചും മാന്ത്രികക്കളത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചും എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പടിപ്പുര കടന്ന് പോലീസ് എത്തിയത്. SI മുകുന്ദനും സംഘവും അവർ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. മാന്ത്രിക കർമ്മത്തോടനുബന്ധമായുള്ള ഒരു കൊലപാതകമായി തന്നെ അവർ അതിനെ കരുതുകയും നടപടിക്ക് തുനിയുകയും ചെയ്തു. എന്തോ ചിന്തിച്ച ശേഷം ആ കുറ്റങ്ങൾ മുഴുവൻ സ്വയമേറ്റ് മാതൃ മുത്തശ്ശി പോലീസിന് കീഴടങ്ങി. പിന്നെ എന്തോ തിരയും പോലെ തറവാട് വളപ്പ് അരിച്ചു പെറുക്കിയ പോലീസ് ഭവത്രതൻ തമ്പി അദ്ദേഹത്തിൻ്റെ ശവവും കണ്ടെടുത്തു. ഈ ആമിനിയുടെ ഒരു ഫോൺ കോൾ മാത്രമായിരുന്നു പോലീസ് വരാൻ കാരണം. വാർത്തയറിഞ്ഞ് ഗ്രാമീണർ മുഴുവൻ അവിടെ തടിച്ചുകൂടി. അവരുടെ പരിഹാസ വാക്കുകൾക്ക് മുന്നിൽ തലകുലിക്കാനേ മാതൃക്ക് കഴിഞ്ഞുള്ളൂ. തമ്പി അദ്ദേഹത്തിൻ്റെ മരണവും താൻ മൂലമാണെന്ന് മാതൃ സമ്മതിച്ചു. പോലീസ് മൃതദേഹങ്ങൾ ഒരു ആംബുലൻസിൽ വരുത്തി അതിലാക്കി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. മാതൃയെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി. ജീപ്പ് അകന്നുപോയി. അപ്പോൾ നൂറുകണക്കിന് മണിനാവുകൾ ഒന്നിച്ചു ശബ്ദിച്ചു. അതെവിടെ നിന്നാണെന്നറിയാൻ തറവാട്ടംഗങ്ങൾ മാത്രമല്ല, അവിടെ തടിച്ചുകൂടിയ ഗ്രാമീണരും ചുറ്റും നോക്കി. എവിടെ നിന്നാണ് മണിനാഥം? ചുറ്റും നോക്കിയിട്ടും അത് കാണാൻ കഴിയാഞ്ഞപ്പോൾ ആളുകൾ പരസ്പരം ചോദിച്ചു തുടങ്ങി. എവിടെ നിന്നാണെന്ന് അറിയാൻ കഴിയാത്ത വിധം ആ ശബ്ദം ചുറ്റുപാടുകളിൽ നിന്നും ഒന്നിച്ചു കേൾക്കുകയായിരുന്നു. തറവാട്ടിൽ എല്ലാവരും കാതുകൂർപ്പിച്ചു. ഇത്രമാത്രം മോട്ടുമണികൾ എവിടെയാണ്? കത്തുന്ന കർപ്പൂരത്തിൻ്റെ ഗന്ധം ചുറ്റും നിറഞ്ഞു. അന്തരീക്ഷത്തിൽ ആകെയൊരു മാറ്റം. പെടുന്നനെ തറവാട്ടിലെ പൂജാമുറി ഒരു ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. തറവാട്ടംഗങ്ങൾ അവിടേക്ക് ഓടിച്ചെന്നു. പൂജാമുറിയിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധം നിറഞ്ഞ പുക പുറത്തേക്ക് വന്നു. മണിനാഥൻ നിലച്ചു. അകത്തേക്ക് നോക്കിയവർക്ക് മുറിക്കുള്ളിലെ പുക കാരണം എന്താണെന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. എല്ലാവരും നോക്കി നിൽക്കെ ഒരാൾ പുകയ്ക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങി. വിഷ്ണു. നേരത്തെ കണ്ടിട്ടുള്ള വിഷ്ണുവിൽ നിന്നും ഒത്തിരി മാറ്റമുണ്ട് അവനെന്ന് എല്ലാവർക്കും തോന്നി. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുഖഭാവമായിരുന്നില്ല അപ്പോഴവന്. നെറ്റിയിലും കൈകളിലും മാറത്തും ഭസ്മം പൂശി ഒരു വെള്ളമുണ്ട് തട്ടെടുത്ത് വലതു കൈയിൽ നരനാരായണൻ്റെ വെള്ളി കെട്ടിയ ചൂരലുമായി അവൻ പുറത്തേക്ക് വന്നു. ഒന്നും മിണ്ടാൻ കഴിയാതെ എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. വിഷ്ണു പക്ഷെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. കുറച്ചു ദിവസം ഇതിനുള്ളിൽ കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളൊക്കെ എന്നെ മറന്നു. ആ ശബ്ദത്തിൽ പോലും പ്രകടമായ മാറ്റം. മോനെ. ജയലക്ഷ്മി ഒറ്റ കരച്ചിലായിരുന്നു. നിന്റെ അമ്മ ഒക്കെ എനിക്കറിയാം. ഇപ്പോൾ അതേപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കെ കണ്ണീരൊഴുക്കിയിട്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. മരിച്ചവർക്ക് അത്രയേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ എന്ന് സമാധാനിക്കുക. എല്ലാവരുടെയും കാര്യം അങ്ങനെയാ. ഈശ്വരൻ നിശ്ചയിച്ചതിനപ്പുറം ഒരു മാത്ര പോലും ആർക്ക് ജീവിച്ചിരിക്കാനാവില്ല. ഒരു മാന്ത്രികന് അതിന് തടയിടാനും സാധിക്കില്ല. പിന്നെ മരിക്കുന്ന രീതിക്ക് മാറ്റമുണ്ടായേക്കാം, അത്ര തന്നെ. അവൻ്റെ സംസാരം കേട്ട് വിനയപ്രഭ ദീർഘശ്വാസം വിട്ടു. മുത്തശ്ശിയെ പോലീസ് കൊണ്ടുപോയില്ലേ? അവൻ തലയാട്ടി. വിഷ്ണു പുറത്തേക്ക് നടന്നു. മണിനാഥത്തിൻ്റെ കാര്യം എന്തെന്നറിയാൻ അപ്പോഴും ഉദ്യോഗത്തോടെ മുറ്റത്തു നിൽക്കുകയായിരുന്നു നാട്ടുകാർ. വിഷ്ണു അവർക്ക് മുന്നിലെത്തി. ആളുകളുടെ നെറ്റി ചുളിഞ്ഞു. അവൻ ചെറിയ കുട്ടിയാണെങ്കിലും നരനാരായണൻ വന്ന് മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. വിഷ്ണു എല്ലാവരെയും നോക്കി. മുറ്റവും ചുറ്റുപാടുകളുമെല്ലാം കണ്ടു. താൻ മുറിയിൽ കയറിയ ശേഷം പല മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് അവൻ അറിഞ്ഞു. ഞാനിന്ന് ഒരു മാന്ത്രികനാണ്. ചെറുകുന്നത്ത് തറവാടിൻ്റെ മാന്ത്രിക പാരമ്പര്യം നിലനിർത്താൻ വിധിക്കപ്പെട്ടവൻ. എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഇങ്ങോട്ട് വരാൻ ആരും മടിക്കണ്ട. പടിപ്പുരവാതിൽ സദാ നിങ്ങൾക്കായി തുറന്നു കിടക്കും. ആളുകൾ പരസ്പരം നോക്കി. വിഷ്ണു ഒരു മാന്ത്രികനാണെന്ന് അപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ. ആ നേരത്താണ് പടിപ്പുര കടന്ന് പൊടിപറത്തിക്കൊണ്ടൊരു കാർ അകത്തേക്ക് വന്നത്. ആ മാത്രയിൽ തന്നെ അതിനുള്ളിൽ ആരാണെന്ന് വിഷ്ണു ഉൾക്കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കി. മുത്തച്ഛൻ. ആ വരവിൻ്റെ അർത്ഥവും അവൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ചെറുകുന്നത്ത് തറവാട്ട് മുറ്റത്ത് കാറിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ശേഖരൻ്റെ കണ്ണുകൾ പതിഞ്ഞത് ചെറുമകൻ്റെ മുഖത്താണ്. തൻ്റെ വരവ് കൃത്യസമയത്താണെന്ന് അയാൾക്ക് ബോധ്യമായി. അജ്ഞാതയായ ഒരു കൈനോട്ടക്കാരിയാണ് രാവിലെ വീട്ടിൽ വന്നതും മുഖലക്ഷണം നോക്കി വിവരങ്ങൾ പറഞ്ഞതും. ചെറുമകൻ ഇന്നൊരു മാന്ത്രികനാകുമെന്നും
ആ തറവാട്ടിൽ ഭയങ്കരമായത് എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന്. ഉടനെ കാർ വിളിച്ചു പോരുകയായിരുന്നു. ചെറുമകൻ്റെ കാര്യം സത്യമാണെന്ന് ഈ നിമിഷം ബോധ്യമായിരിക്കുന്നു. ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്നതിൽ നിന്നും തന്നെ അത്യാഹിതമുണ്ടായിരിക്കുന്നുവെന്നും വ്യക്തമാകുന്നു. പക്ഷെ തൽക്കാലം അതേക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അയാൾ വേഗം ചെറുമകൻ്റെ നേരെ നടന്നു വന്നു. മോനെ വിഷ്ണു, മുത്തച്ഛ. അവരിരുവരും പരസ്പരം പുണർന്നു. എത്ര ദിവസമായി മോനെ കൂട്ടിക്കൊണ്ടുപോകാൻ മുത്തച്ഛൻ കാത്തിരിക്കുന്നെന്നറിയോ? അറിയാം. അവൻ പുഞ്ചിരിച്ചു. അയാൾ നെറ്റിച്ചുളിച്ചു. അതേ മുത്തച്ഛ. അവൻ തുടർന്നു. ഇപ്പോൾ ഈ മനസ്സിൽ എന്താണെന്ന് പോലും എനിക്കറിയാം. ശേഖരൻ്റെ മുഖത്ത് കറുപ്പ് വ്യാപിച്ചു. തൻ്റെ പിടിയിൽ നിന്നും ചെറുമകൻ വഴുതിപ്പോയോ എന്നൊരു സംശയം. അപ്പോൾ അവൻ അറിയിച്ചു, മുത്തശ്ശൻ്റെ സംശയം കുറച്ചു ശരിയാണ്. തൽക്കാലം എന്നെ ഇവിടെ നിന്നും ഒരിടത്തേക്കും കൊണ്ടുപോകാൻ ആർക്കുമാവില്ല. എൻ്റെ അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും ഇല്ലാതാക്കി ഈ തറവാട് മുടിച്ച ആ യക്ഷിയെ തിളയ്ക്കാതെ ഞാൻ ഒരിടത്തേക്കുമില്ല. അവൻ അങ്ങനെ പറഞ്ഞ നിമിഷം തറവാടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഗ്രാമാതിർത്തിയിലെ ഒരു കൂറ്റൻ ആഞ്ഞിലമരത്തിൽ ചേക്കേറിയിരുന്ന നൂറുകണക്കിന് വാവലുകൾ വികൃതമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പറന്നുയർന്നു. അവയുടെ നിഴലുകൾ ഭൂമിയുടെ മാറിൽ ചെറിയ ഇരുൾക്കട്ടകൾ പോലെ ചിതറി വീണു. വാവലുകൾ ഇളകിപ്പറക്കുന്നത് നാട്ടുകാരും ശേഖരനും കണ്ടു. ആർക്കും ഒന്നും പിടികിട്ടിയില്ല. മുത്തച്ഛനെ തൽക്കാലം ധിക്കരിക്കുകയാണ് ഞാൻ, ക്ഷമിച്ചേക്കുക. ശബ്ദം താഴ്ത്തിയാണ് അവനങ്ങനെ പറഞ്ഞത്. ബലം പ്രയോഗിച്ചായാലും ചെറുമകനെ കൊണ്ട് പോകണം എന്ന് കരുതി വന്നിരുന്ന ശേഖരന് എന്തോ അവൻ്റെ ഭാവവും സംസാരവും കണ്ടപ്പോൾ അതിന് കഴിഞ്ഞില്ല. അയാൾ പൂമുഖത്ത് കടന്നിരുന്ന കസേരയിലിരുന്നു. തറവാട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ എത്രയും ജയലക്ഷ്മിയിൽ നിന്നും മനസ്സിലാക്കി. ആളുകൾ പിരിഞ്ഞു പോകുവാൻ തുടങ്ങിയിരുന്നു. വിനയപ്രഭയുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അരുൺ കുറച്ചു നേരമായി വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വിഷ്ണു അവനെ കൈയാട്ടി അരികിൽ വിളിച്ചു. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? അണ്ണനെ മന്ത്രശക്തി ഉണ്ടാ? അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എങ്കിൽ എണീക്കാൻ പറ്റാതെ കിടക്കുന്ന ജയകൃഷ്ണനങ്ങളിലൊന്ന് എണീപ്പിക്കാമോ? അവൻ്റെ ചോദ്യം ശേഖരനും തറവാട്ടിലുള്ളവരും ഗ്രാമീണരും ചിലരും കേട്ടു. എല്ലാവരും വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നീ വാ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. തിരിച്ചു നടന്നു തുടങ്ങിയിരുന്ന ഗ്രാമീണർ നിന്നു. വിഷ്ണുവിനും അരുണിനും പിന്നാലെ ശേഖരനും മറ്റുള്ളവരും പോവുകയും ചെയ്തു. തറവാട്ടിൽ നടക്കുന്ന ഓരോ കാര്യവും അറിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ വയ്യാതെ ശബ്ദിക്കാൻ വയ്യാതെ കിടക്കുകയായിരുന്ന ജയകൃഷ്ണൻ്റെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു. വിഷ്ണുവിനെ കണ്ടപ്പോൾ ആ നനവ് പിന്നെയും കൂടി. വിഷ്ണുവിൻ്റെ മുഖത്ത് തിങ്ങി നിന്നിരുന്ന ചെറു ചിരിക്ക് അപ്പോഴും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അരുൺ, നീ പോയി അല്പം വെള്ളം എടുത്തുകൊണ്ട് വരൂ, വിഷ്ണു പറഞ്ഞു. അവൻ തിരിഞ്ഞോടി വളരെ പെട്ടെന്നൊരു പാത്രത്തിൽ വെള്ളവുമായി വന്നു. അവൻ ആ പാത്രം വാങ്ങി വലത് കൈക്കുമ്പിളിലേക്ക് അല്പം വെള്ളമൊഴിച്ച് കണ്ണടച്ച് ഏതാനും മാത്രകൾ ധ്യാനനിരതനായി നിന്നു. പിന്നെ ആ വെള്ളം ജയകൃഷ്ണൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. മറ്റുള്ളവർ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണ്. അമ്മാവാ, വിഷ്ണു വിളിച്ചു. ജയകൃഷ്ണൻ ദയനീയമായി അവനെ നോക്കി. ഒന്ന് ശ്രമിച്ചു നോക്കാം അമ്മാവാ, വിളി കേൾക്കാൻ പറ്റും. ജയകൃഷ്ണൻ ശ്രമിച്ചു തുടങ്ങി. അവൻ്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. മറ്റുള്ളവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവർ ഉള്ളുരുകി അറിയാവുന്ന ഈശ്വരന്മാരെയൊക്കെ വിളിച്ചു. നിമിഷങ്ങൾ എൻ്റെ പേരൊന്ന് വിളിക്കാവോ, വിഷ്ണു പ്രോത്സാഹിപ്പിക്കുകയാണ്. അവസാനം ജയകൃഷ്ണൻ്റെ നാവ് ചലിച്ചു. വിഷ്ണുമോനെ. സകലരിൽ നിന്നും അത്ഭുതത്തിൻ്റെതായ ഒരു ശബ്ദമായിരുന്നു. താൻ സംസാരിച്ചുവെന്ന്. പക്ഷെ അപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ജയകൃഷ്ണന്. വിഷ്ണു, സത്യമാണോ മോനെ? ഞാൻ സംസാരിക്കുന്നു അമ്മാവ. ജയകൃഷ്ണൻ മറ്റുള്ളവരെയെല്ലാം നോക്കി അവരുടെ പേരുകൾ വിളിച്ചു. വിഷ്ണു അപ്പോൾ വീണ്ടും കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മന്ത്രത്തിൻ്റെ അകമ്പടിയോടെ അത് ജയകൃഷ്ണൻ്റെ ശരീരത്തിൽ തെളിച്ചു. പിന്നെ അവൻ്റെ വലതുകൈയിൽ പിടിച്ച് ശരീരം മുഴുവൻ ഒരു വിദ്യുൽ പ്രവാഹമുണ്ടായതുപോലെ അനുഭവമായിരുന്നു ജയകൃഷ്ണന്. എഴുന്നേറ്റ് വാ, അവൻ പതിയൊന്ന് പിടിച്ചതേയുള്ളൂ. ജയകൃഷ്ണൻ അതാ എഴുന്നേൽക്കുന്നു. സന്തോഷത്താൽ ശേഖരന് ഹൃദയം വീർക്കുന്നത് പോലെ തോന്നി. തൻ്റെ ചെറുമകൻ, അവനൊരു വലിയ മാന്ത്രികനായിരിക്കുന്നു. ആ നിമിഷം മുതൽ മാന്ത്രികരോടുള്ള വെറുപ്പ് ശേഖരൻ്റെ മനസ്സിൽ നിന്നും ഒരു വെണ്ണ പോലെ അലിഞ്ഞു പോവുകയായിരുന്നു. ജയകൃഷ്ണൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. പിന്നെ തറയിലിറങ്ങി. ആദ്യം പിച്ച വെച്ച് നടക്കുന്ന ഒരു കുട്ടിയെ പോലെയായിരുന്നു അവൻ. എങ്കിലും വളരെ പെട്ടെന്ന് അത് മാറി. ജയകൃഷ്ണനെ നടത്തിയത് വിഷ്ണു തറവാടിൻ്റെ ഉമ്മറത്തെത്തിച്ചു. അവിടെ കാത്തു നിൽക്കുകയായിരുന്ന നാട്ടുകാർക്ക് അത്ഭുതം അടക്കാൻ കഴിഞ്ഞില്ല. ആ ഒറ്റ സംഭവത്തോടെ തന്നെ ഗ്രാമത്തിൽ വിഷ്ണു ചർച്ചാ വിഷയമായി. ചെറുകുന്നത്ത് തറവാട്ടിലെ പുതിയ മാന്ത്രികൻ. ഒരത്യാവശ്യം വന്നാൽ തീർച്ചയായും അവിടേക്ക് ഓടിച്ചെല്ലാം. സംസാരശേഷി കിട്ടിയതോടുകൂടി ജയകൃഷ്ണൻ തനിക്ക് സംഭവിച്ചതും ശാലുമോൾ തന്നോട് പറഞ്ഞതുമൊക്കെ അവരറിയിച്ചു.
ഇനി ശാലുമോളില്ല, യാമിനി മാത്രമേ ഉള്ളൂ, വിഷ്ണു പറഞ്ഞു. ഇത്രയും കാലം തറവാട്ടിനുള്ളിൽ നിന്നും അവൾ പോരാടി. ഇനി അതുണ്ടാവില്ല. പക്ഷെ പുറത്തു നിന്നവൾ ആഞ്ഞടിക്കും. അത് പറഞ്ഞപ്പോൾ എല്ലാവരിലും ഒരു മ്ലാനത പരന്നു. ശേഖരൻ അന്നു തന്നെ മടങ്ങി. ദിവസങ്ങൾ പിന്നിട്ടു. മാതൃമുത്തശ്ശിയെ 15 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജാമ്യം ലഭിച്ചു. തിരികെ തറവാട്ടിലെത്തിയപ്പോഴാണ് അവർ വിശേഷങ്ങൾ അറിയുന്നത്. മാതൃക്കുണ്ടായിരുന്ന സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തറവാട് സാധാരണ നിലയിലേക്ക് വരികയാണ്. പക്ഷെ മാതൃ ജയിലിൽ നിന്നിറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു യാമിനിയും ബ്രഹ്മദത്തനും. ആർക്കറിയാം, വിധിയുടെ ചതുരംഗപ്പലകയിൽ കളികൾ എങ്ങനെയായിത്തീരും. അധ്യായം 25. തൽക്കാലം ഒന്ന് മൗനം പാലിക്കാനായിരുന്നു ബ്രഹ്മദത്തൻ്റെ തീരുമാനം. അതിന് കാരണങ്ങൾ രണ്ടായിരുന്നു. ഒന്ന്, വിഷ്ണു ഒരു മാന്ത്രികനായി പൂജാമുറിയിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനി യാമിനിക്ക് അത്ര വേഗത്തിൽ തറവാട്ടിനുള്ളിലേക്ക് കടന്നൊന്നും ചെയ്യാൻ കഴിയില്ല. നേരത്തെ അവൾ ശാലുവിൻ്റെ രൂപത്തിലായിരുന്നാൽ അത്ര വേഗം പിടികൂടാൻ കഴിയുമായിരുന്നില്ല താൻ. 2, മാതൃ ജയിലിലായത്. തറവാട്ടിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ അതിൽ വേദനിക്കാൻ മാതൃ അവിടെ ഉണ്ടാകണമായിരുന്നു. മാതൃയ്ക്ക് ജാമ്യം കിട്ടി തിരികെ വന്നതൊക്കെ അയാൾ അറിഞ്ഞിരുന്നു. മഹാമാന്ത്രികനായ ഭവത്രതൻ തമ്പി അദ്ദേഹം പോലും യക്ഷിയെ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞ തനിക്ക് വിഷ്ണു ഒരു എതിരാളിയെ അല്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു ബ്രഹ്മദത്തിന്. ഒരു മാത്രയിലെ നോട്ടപ്പിശകാണ് തമ്പി അദ്ദേഹത്തിൻ്റെ മരണത്തിനിടയായത്. വിഷ്ണുവിൻ്റെ കാര്യത്തിൽ അത്ര പോലും വേണ്ട. എങ്കിലും ഒരു ശത്രുവിനെയും വില കുറച്ച് കാണരുതെന്നായിരുന്നു ബ്രഹ്മദത്തൻ പഠിച്ചു വച്ചിരുന്ന പാഠം. നീർക്കോലി കൊടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ. വരട്ടെ, വിഷ്ണുവിന് എത്രമാത്രം കഴിവുണ്ടെന്ന് കാത്തിരുന്ന് കാണണം. അവൻ ജയകൃഷ്ണനെ രക്ഷപ്പെടുത്തിയതും മറ്റും മഷിനോട്ടത്തിലൂടെ അയാൾ അറിഞ്ഞിരുന്നു. വെറുമൊരു കൊച്ചു പയ്യനല്ല അവനെന്ന് ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ വ്യക്തമാവുകയും ചെയ്തിരുന്നു. യാമിനിക്കിപ്പോൾ ശക്തി കൂടി നിൽക്കുന്ന സമയമാണ്. ആവശ്യത്തിന് രക്തം പാനം ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവൾക്ക് വേണ്ടത് സുരത സുഖമാണ്. അതുകൂടി അവൾക്ക് നൽകിയാൽ കൂടുതൽ ഉന്മേഷവതിയാവും. ആ ഒരു ചിന്തയോടെ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ബ്രഹ്മദത്തൻ ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. ജലപാതത്തിനരികിലുള്ള ഒരു കാട്ടുവള്ളിയിൽ തൂങ്ങി കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. കനത്ത ഇരുട്ടായിരുന്നു. എന്നിട്ടും ചിരപരിചിതമായ വഴിയായതിനാൽ അയാൾ വളരെ വേഗത്തിൽ കുന്നിൻ മുകളിലെത്തി. അവിടെ പരന്നു കിടക്കുന്ന ഒരു പാറക്കെട്ടായിരുന്നു. അയാൾ അതിൽ ചമ്രം പടിഞ്ഞിരുന്ന് യാമിനിയെ സ്മരിച്ചു. നിമിഷത്തിനുള്ളിൽ ഒരു കാറ്റ് വീശി. അതിൽ പാലപ്പൂവിൻ്റെ ഗന്ധം നിറഞ്ഞു നിന്നു. ഒപ്പം മങ്ങിയ ഒരു വെളിച്ചം അവിടെ പരന്നു. തൻ്റെ മുന്നിൽ മരിക്കും മുമ്പുള്ള യാമിനി മനോഹരിയായി നിൽക്കുന്നത് അയാൾ കണ്ടു. ബ്രഹ്മദത്തിനെ നോക്കി യക്ഷി വശ്യമായി ചിരിച്ചു. നിന്റെ ആഗ്രഹം ഇപ്പോൾ സാധിക്കാം എന്നിലൂടെ, അയാൾ പറഞ്ഞു. സന്തോഷം കൊണ്ട് അവളുടെ മുഖം വിടർന്നു. അടുത്ത നിമിഷം അവളുടെ ഉടയാടകൾ അഴിഞ്ഞു വീണു. മങ്ങിയ വെളിച്ചത്തിൽ ഏതൊരു പുരുഷനെയും ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കാൻ കഴിയുന്ന അവളുടെ അങ്കലാവണ്യം ബ്രഹ്മദത്തിന് കാണാമായിരുന്നു. യാമിനി നഗ്നയായി അയാളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. അവൾ ബ്രഹ്മദത്തനിലേക്ക് പടർന്നു കയറി. ഒരു കാറ്റായി, കൊടുങ്കാറ്റായി, ആവേശമടങ്ങുന്നത് വരെ. എല്ലാം കഴിഞ്ഞ് യാമിനി പാറപ്പുറത്തിരുന്ന് കിതച്ചു. എനിക്ക് ദാഹിക്കുന്നു, ചോര വേണം. യാമിനി ആരുടെ അരികിലേക്ക് അയക്കണം? ബ്രഹ്മദത്തൻ്റെ മനസ്സിൽ പല മുഖങ്ങളും തെളിഞ്ഞു വന്നു. അതിലൊന്ന് അവസാനം മനസ്സിലുടക്കി. ശേഖരൻ, വിഷ്ണുവിൻ്റെ മുത്തശ്ശൻ, മന്ത്രവാദിയാകുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുമെന്ന് വീരവാദം മുഴക്കിയിരുന്ന ആൾ. പക്ഷെ ചെറുമകൻ്റെ കഴിവുകൾ കണ്ട് ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോവുകയും യാമിനിയെ തകർക്കാൻ ചെറുമകന് നിശബ്ദം സമ്മതം നൽകുകയും ചെയ്ത ശേഖരൻ. മുത്തശ്ശനെ പോലും തനിക്ക് രക്ഷിക്കാൻ കഴിയില്ലെന്ന് വിഷ്ണു അറിയട്ടെ. ബ്രഹ്മദത്തൻ യാമിനിയോട് ശേഖരൻ്റെ കാര്യം പറഞ്ഞു. സന്തോഷത്തോടെ തലതുലുക്കിക്കൊണ്ട് അവൾ പാറപ്പുറത്തു നിന്നും മറയുകയും ചെയ്തു. ഒന്ന് മയങ്ങാനായി തൻ്റെ തറവാട്ട് മുറിയിലേക്ക് കയറിയതേയുള്ളൂ ശേഖരൻ. ചെറുകുന്നത്ത് തറവാട്ടിലേക്ക് ഇന്നും അയാൾ പോയിരുന്നു ചെറുമകനെ കാണാൻ. അവൻ മാന്ത്രികനായതിനു ശേഷമുള്ള 2ാമത്തെ യാത്രയായിരുന്നത്. മാന്ത്രികരോട് പുച്ഛമായിരുന്ന തന്നിൽ ഇങ്ങനെയൊരു മാറ്റം ഉണ്ടായത് എങ്ങനെയാണെന്ന് അയാൾ അത്ഭുതത്തോടെ സ്വയം ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവൻ്റെ കഴിവുകൾ നേരിൽ കണ്ടതുകൊണ്ടായിരിക്കാം. അവൻ പൂജാമുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ദിവസം എന്തു വന്നാലും മാന്ത്രികനായി തുടരാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് തറവാട്ടിലേക്ക് ചെന്നത്. പക്ഷെ വിഷ്ണുവിനെ നേരിൽ കണ്ടപ്പോഴോ ഇരുളിലേക്ക് നോക്കി സ്വയം ചിരിച്ചുകൊണ്ട് ശേഖരൻ കട്ടിലിൽ ഒരു വശം ചെരിഞ്ഞു കിടന്നു. ഭാര്യ മറ്റൊരു മുറിയിലാണ്. ചെറുകുന്നത്ത് തറവാടിനോളം തന്നെ വലിപ്പമുണ്ടായിരുന്നു ശേഖരൻ്റെ തറവാടിനും. പക്ഷെ പഴയ തറവാടിൻ്റെ കുറേ ഭാഗങ്ങൾ ഇടിച്ചു കളഞ്ഞ് അവിടെ 2 നിലയുള്ള ഒരു പുതിയൊരു കെട്ടിടം കൂടി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. മക്കളുടെ നിർബന്ധപ്രകാരമാണ് അങ്ങനെ ചെയ്തത്.
അതിനെ തന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് ജ്യോതികയാണ്. എന്നിട്ടിപ്പോൾ ശേഖരൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. അവളും യക്ഷിയുടെ പിടിയിലമർന്നു. അങ്ങനെയുള്ള യക്ഷിയെ ബന്ധിക്കാൻ വിഷ്ണുവിന് താൻ പിന്തുണ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയതാണ് പുതിയ കെട്ടിടമെങ്കിലും ശേഖരൻ ഒറ്റ ദിവസം പോലും അതിനുള്ളിൽ ഉറങ്ങിയിട്ടില്ല. തടിച്ചുമരും തട്ടിൻപുറവുമെല്ലാം ഈ മുറിക്കുള്ളിൽ കിടക്കുന്നതിൻ്റെ ഒരു സുഖവും മറ്റൊരിടത്തും കിട്ടില്ലെന്ന് അയാൾക്കറിയാം. ആവശ്യത്തിന് കാറ്റും കിട്ടും, ഫാൻ ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല. യാത്രാക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് ശേഖരൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. കിളിവാതിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വീശുന്നുണ്ടായിരുന്നു. ക്രമേണ അതിൽ ഏതോ കാട്ടുപൂക്കളുടെ ഗന്ധം കലർന്നു, ഒപ്പം പാലപ്പൂവിൻ്റെയും. ആ ഗന്ധങ്ങൾക്ക് കട്ടികൂടിയപ്പോൾ ശേഖരനൊന്ന് ഞെട്ടി ഉണർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത ഭാഗമായിട്ട് നാളെ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭദിനം.